അധ്യക്ഷൻ അഭിമന്യ കല്ലങ്ങാട്ട് പിതാവിൻ്റെ ഇടയലേഖനമാണ് വായിക്കുവാനായി നൽകിയിരിക്കുന്നത്. കുടുംബത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ ശക്തവും വ്യക്തവുമായ രീതിയിൽ നൽകിയിരിക്കുന്ന ഇടയലേഖനമാണ് ഇന്നേ ദിവസം വായിക്കുവാൻ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിച്ചുകൊണ്ട് പാലാ രൂപതയിലെ കുടുംബങ്ങളുടെ വലിയ കെട്ടുറപ്പും വലിയ പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. ഇടയലേഖനം കുടുംബ സംഗമവും ഫാമിലി ട്രീയും ബിഷപ്പ് ജോസഫ് കല്ലങ്ങാട്ട് രൂപതയിലെ വൈദികർക്കും സന്യാസികൾക്കും വിശ്വാസികൾ ഏവർക്കും എഴുതുന്നത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായിൽ നിന്ന് കൃപയും സമാധാനവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കുടുംബങ്ങളുടെ ഉത്ഭവം ദൈവത്തിൽ നിന്നാണ്. രക്ഷാകര ചരിത്രത്തിലുടനീളം നാം കണ്ടുമുട്ടുന്നത് കുടുംബങ്ങളുടെ ചരിത്രവും സംഭവങ്ങളുമാണ്. സൃഷ്ടികൾക്കെല്ലാം മകുടമായി തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചത്, അവനെ പിതാവും മാതാവുമായി നിയോഗിച്ച് അനുഗ്രഹിച്ച് ആദ്യ കുടുംബം സ്ഥാപിച്ചതും ദൈവം തന്നെയാണ്. അബ്രാഹം മുതലുള്ള പൂർവ്വ പിതാക്കന്മാരുടെ കുടുംബങ്ങൾ ഉത്തമരായ പിതാക്കന്മാരുടെയും മാതാക്കളുടെയും സവിശേഷതകൾ എടുത്തു കാട്ടുന്നു. പുതിയ നിയമത്തിൽ മാതൃകകളായി സക്രിയായ കുടുംബവും തിരുക്കുടുംബവും നിലകൊള്ളുന്നു. സുവിശേഷത്തിലെ ഈശോയുടെ പ്രബോധനങ്ങളും നടപടി പുസ്തകവും പ്രത്യേകിച്ച് പത്രോസ് പൗലോസ് ലേഖന്മാരുടെ ലേഖനങ്ങളും കുടുംബങ്ങൾ എപ്രകാരമായിരിക്കണമെന്ന് വ്യാഖ്യാനിച്ചു തരുന്നുണ്ട്. ദൈവപുത്രനായ ഈശോ മിശിഹ ഒരു കുടുംബത്തിൽ ജനിച്ചത്, മാതാപിതാക്കൾക്ക് വിധേയനായി വളർന്നത്, ദൈവം കുടുംബത്തെ സ്നേഹിക്കുന്നു എന്നതിനും കുടുംബം എത്രമാത്രം വിലപ്പെട്ടതാണ് എന്നതിനും ഉത്തമ ദൃഷ്ടാന്തമാണ്. സാങ്കേതിക വിദ്യയുടെ അത്യാധുനിക മുഖമായ അഥവാ കൃത്രിമ ബുദ്ധിയെ കുറിച്ച് പരിശുദ്ധ പിതാവ് ലയോ പാപ്പ നൽകിയ മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് എന്ന ചാക്രിക ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു: കുടുംബം അത്യുത്കൃഷ്ടമായ ഒരു സാമൂഹിക നന്മയും എല്ലാ സാമൂഹിക സംഘടനകളുടെയും അടിസ്ഥാനപരവും മാറ്റാനാകാത്തതുമായ ഒരു കോശമാണ്. ഡിജിറ്റൽ ഹോർമോണുകളാൽ രൂപകൽപ്പന ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ യുഗത്തിൽ വ്യക്തികളുടെ മഹത്വം, ജോലിയുടെ അന്തസ്സ്, പൊതു നന്മ, പൊതു അഭിവൃദ്ധി, അസമത്വങ്ങൾ കുറയ്ക്കൽ, പരിസ്ഥിതി സംരക്ഷണം എന്നിവയ്ക്ക് പരിശുദ്ധ പിതാവ് കൂടുതൽ ഊന്നൽ നൽകുന്നു. അധികാര കേന്ദ്രീകരണത്തിനും ജനങ്ങളെ പാർശ്വവൽക്കരിക്കുന്നതിനുമുള്ള ആയുധമായി സാങ്കേതിക വിദ്യ മാറരുത്. ഭൂമിയിൽ ദൈവമില്ലാത്ത അഹങ്കാരത്തിന്റെ പുതിയൊരു ബാബേൽ ഗോപുരം പണിയരുത് എന്നും സ്നേഹ സംസ്കാരം വളർത്തിയെടുക്കണമെന്നും പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സംവിധാനത്തിന് മാർപ്പാപ്പ എതിരല്ല. പ്രത്യുത അതിനുള്ളിലെ വിഷാംശം എടുത്തു മാറ്റണമെന്നാണ് മാർപ്പാപ്പ പഠിപ്പിക്കുന്നത്. മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് എന്ന ഈ വലിയ സാമൂഹിക പ്രബോധനം സഭയുടെ മനസാക്ഷി പരിശോധനയ്ക്കുള്ള മാർഗമായാണ് പരിശുദ്ധ പിതാവ് ഉദ്ദേശിക്കുന്നത്. എത്ര വളർന്നാലും ദൈവത്തെ മറക്കരുത് എന്ന തത്വം ഇതിൽ ഉടനീളമുണ്ട്. കൃത്രിമ ബുദ്ധിക്ക് മനുഷ്യ ഹൃദയത്തിന്റെ ആത്മീയതയും നീതിബോധവും മനസ്സിലാക്കില്ല. സാങ്കേതിക വിദ്യ മനുഷ്യനെ സേവിക്കുവാൻ ഉള്ളതാണ്. മനുഷ്യൻ സാങ്കേതിക സംവിധാനങ്ങളുടെ അടിമകളാകരുത്. ഈ ആധുനിക യുഗത്തിൽ മാതാപിതാക്കളുടെ മേൽനോട്ടത്തിലല്ലാതെ കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് ജാഗ്രത വേണമെന്ന് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പിതാവും കുടുംബനാഥനും മാതാവും കുടുംബനാഥിയുമായ ഈ സംവിധാനത്തിൽ അവരുടെ സ്നേഹത്തിന്റെ ഫലമായി മക്കൾ ജനിക്കുകയും ഒരു ദൈവ സ്നേഹത്തിലൂടെയും വിശ്വാസത്തിലൂടെയും കുടുംബബന്ധങ്ങൾ സുസ്ഥിരമാവുകയും ചെയ്യുന്നു. തങ്ങളുടെ സ്നേഹത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക, അവർക്ക് നല്ല വിദ്യാഭ്യാസവും പ്രായോഗിക ജ്ഞാനവും നൽകുക, സത്യത്തിന്റെ മാർഗത്തിലൂടെ അവരെ കൈപിടിച്ച് നടത്തുക, സത്യവിശ്വാസത്തിൽ ദൃഢതയുള്ളവരാക്കുക എന്നിവ മാതാപിതാക്കന്മാരുടെ കടമയാണ്. ഈശോ മിശിഹ നാഥനായി വാഴുന്ന യഥാർത്ഥ ക്രിസ്തീയ കുടുംബത്തിന്റെ പരസ്പരം സ്നേഹിച്ചും സംരക്ഷിച്ചും സഹകരിച്ചും കുടുംബാംഗങ്ങൾ ഒത്തൊരുമയോടെ ജീവിക്കുന്നു. കുടുംബത്തിന്റെ ആനന്ദവും സഭയുടെ ആനന്ദവും അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ചേർന്ന
ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് വിശുദ്ധ ചാവറിയച്ചൻ 150 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. നല്ല ക്രിസ്തീയ കുടുംബം ഭൂമിയിൽ ആകാശമോക്ഷത്തിന് സദൃശമാണ്. ജീവിതത്തിൽ എന്ത് തന്നെ നേടുവാൻ കഴിഞ്ഞാലും സ്വന്തം കുടുംബത്തോടൊപ്പം ആഹ്ലാദം പങ്കുവയ്ക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ആ വിജയങ്ങളുടെയും നേട്ടങ്ങളുടെയും തിളക്കം കുറിക്കുക തന്നെ ചെയ്യും. ഈ തിളക്കത്തെ ഉറച്ചു കളയുന്ന ധാരാളം പ്രവണതകൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇന്ന് കടന്നു വരുന്നുണ്ട്. കുടുംബങ്ങൾ വേണ്ട എന്ന ചിന്ത, മക്കൾ ഇല്ലാതെയും ജീവിക്കാം എന്ന ദമ്പതികളുടെ തീരുമാനം, വ്യക്തിഗത വാദങ്ങളുടെ അമിത സ്വാധീനം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളിലെ അകൽച്ച, സ്വാർത്ഥപരമായ സ്നേഹം, ഡിജിറ്റൽ ലോകത്തിന്റെ അമിത പ്രാധാന്യം, ധാർമ്മികത മറന്നുകൊണ്ടുള്ള ലൈംഗിക വൈകൃതങ്ങൾ, ലഹരിയിലേക്കുള്ള യുവതലമുറയുടെ ആകർഷണം എന്നിവയെല്ലാം കുടുംബാംഗങ്ങളുടെ അന്തചിത്രത്തിന് കാരണമാകുന്നു. ഈ യാഥാർത്ഥ്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ നമുക്കാവില്ല. കുടുംബാംഗങ്ങളുടെ വിശ്വാസ പരിശീലനവും സ്വഭാവ രൂപീകരണവും സുരക്ഷയും നേരായി എടുത്ത് നടത്തുന്നതിൽ മാതാപിതാക്കളുടെ പങ്ക് ഗൗരവമേറിയതാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട ആലോചന തുടങ്ങുന്നത് മുതൽ ദാമ്പതിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം ഉൾപ്പെടെ നിരവധി ആശയക്കുഴപ്പങ്ങളിലൂടെയും മാനസിക സമ്മർദ്ദങ്ങളിലൂടെയും നമ്മുടെ മക്കൾ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് അവരെ നന്നായി ഒരുക്കി വിവാഹ അവസ്ഥയിലേക്ക് പ്രവേശിപ്പിക്കേണ്ടത് കുടുംബാംഗങ്ങളുടെ കടമയാണ്. അതിന് നമ്മുടെ മക്കളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം വിവാഹ ഒരുക്ക ധ്യാനമാണ്. കൂദാശകൾ, കുടുംബജീവിതം, മാനസിക ആരോഗ്യം, ലൈംഗികത, സാമ്പത്തിക വിനിയോഗം എന്നിവയെക്കുറിച്ചുള്ള യഥാർത്ഥമായ അറിവുകൾ നൽകുന്നതാണ് 3 ദിവസത്തെ വിവാഹ ഒരുക്ക ധ്യാനം. ഈ അവസരത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. 72,000ഓളം കുടുംബങ്ങൾ ഒന്നു ചേരുന്നതാണ് പാലാരൂപിയാകുന്ന വലിയ കുടുംബം. പാലായെ പാലാക്കുന്നത് ഇവിടെയുള്ള കുടുംബങ്ങളാണ്. കുടുംബങ്ങളുടെ ഉത്ഭവം, പൂർവികരുടെ ജീവിത രേഖകൾ, തലമുറ കൈമാറ്റങ്ങൾ, പ്രധാന സംഭവങ്ങൾ എന്നിവ ചേർത്ത് കുടുംബ ചരിത്രങ്ങൾ പല കുടുംബങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത്തരം രേഖകൾ കുടുംബാംഗങ്ങൾക്കിടയിൽ ഐക്യവും കുടുംബങ്ങളുടെ പേരുകളെ കുറിച്ചുള്ള അറിവും നിലനിർത്തുവാൻ സഹായിക്കുന്നു. എന്നാൽ ഈ കുടുംബങ്ങളുടെ എല്ലാം കോർത്തിണക്കി വിപുലമായ ഒരു ഫാമിലി ട്രീ രൂപത അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുന്നതും നല്ലതാണ്. സമുദായ ശാക്തീകരണം ആചരിക്കുന്ന ഈ വർഷം നമ്മുടെ രൂപതയിലുള്ള കുടുംബങ്ങളുടെ വേരുകൾ കണ്ടെത്തുവാനും അതുവഴി ബന്ധങ്ങളിൽ കൂടുതൽ ഊഷ്മളത ഉണ്ടാകുവാനും നമുക്ക് സാധ്യതമാകട്ടെ. ഇതിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഫാമിലി അസോസിയേറ്റ് വഴി കുടുംബ ചരിത്രം എഴുതിയവരുടെ ഒരു കൂട്ടായ്മ, ചരിത്ര പുസ്തകങ്ങളുടെ ശേഖരണം, എംആർപി ലൈബ്രറിയിൽ പൊതു ഉപയോഗത്തിനായി ചരിത്ര പുസ്തകം തയ്യാറാക്കൽ എന്നിവ നടത്തുവാൻ ഉദ്ദേശിക്കുകയാണ്. ആവശ്യമായ വിലയിരുത്തലിന് പഠനത്തിനു ശേഷം പൊതു ക്രോഡീകരണം നടത്തി രൂപത ഫാമിലി ട്രീ പാലാ രൂപതയിലെ കുടുംബങ്ങളുടെ ചരിത്രം തയ്യാറാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ലോക ചരിത്രത്തെ ഇന്നോളം താങ്ങി നിർത്തിയ അല്ലെങ്കിൽ താങ്ങി നിർത്തുന്ന നട്ടലാണ് കുടുംബം. നട്ടല് തളർന്ന മനുഷ്യൻ നടന്നു പോകും. മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ പ്രശ്നത്തിലാവുകയും ചെയ്യും. ജൂലൈ മാസം 19-ാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് ഫാമിലി അപ്പസ്തോലത്തിന്റെ സൂക്ഷ്മ മേഖലകളായ മാതൃവേദി, പിതൃവേദി, പ്രോലൈഫ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഒരു മഹാകുടുംബ സമ്മേളനം കുറവനങ്ങാട് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മാർത്തമറിയം ആർച്ചുലിക തീർത്ഥാടന ദേവാലയത്തിൽ പാരിഷ്കാളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ പ്രസ്തുത സംഘടനയുടെ ഭാരവാഹികൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും ദുഗ്രാന തിരുനാളിന്റെയും വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന്റെയും പ്രാർത്ഥനകളും മംഗളങ്ങളും നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു. മിശിഹായിൽ സ്നേഹപൂർവ്വം ബിഷപ്പ് ജോസഫ് കളങ്ങാട്ട്, പാലാ രൂപതയുടെ മെത്രാൻ.